Hello all, welcome to day 8's Build Habit session. സോ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇത്രയും ദിവസമായിട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അല്ലെ? ബിൽഡ് ഹാബിറ്റ്, ഒരു പുതിയൊരു നല്ല ശീലം നിങ്ങൾക്ക് തുടങ്ങാൻ സാധിച്ചു അല്ലേ? അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്തത് കുറച്ച് ഇംഗ്ലീഷിലുള്ള വീഡിയോസ് കണ്ടു, കുറച്ച് ഇംഗ്ലീഷിലുള്ള വോയിസ് ലൈക്ക് സോങ്സ് ഒക്കെ കേട്ടു, സ്പീച്ച് ഒക്കെ കേട്ടു, പലരും പല രീതിയിൽ കേട്ടു. സോ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? തിങ്ക് ഇൻ ഇംഗ്ലീഷ്. നിങ്ങൾ കുറച്ച് നേരം ചിന്തിക്കുക. എന്തില്? ഇംഗ്ലീഷിലേ ചിന്തിക്കാൻ പാടുള്ളൂ. ഓക്കെ, I know Malayalam will come to your mind, no problem. Again and again, try thinking. Okay, what you have to do? Train your mind to think in English instead of translating from your native language. And then English തന്നെ ഇങ്ങനെ ചിന്തിച്ച് നോക്കുക. നിങ്ങൾ ലൈക്ക് യു ക്യാൻ തിങ്ക് അബൌട്ട് യുവർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. നിങ്ങൾ ദിവസേന ചെയ്ത കാര്യങ്ങൾ ആലോചിക്കാം, നിങ്ങളുടെ ഫേവറേറ്റ് ഹോബീനെ കുറിച്ച് ആലോചിക്കാം, അതൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം. ഓക്കെ, ആൻഡ് വാട്ട് യു ഹാവ് ടു ഡു? പ്രാക്ടീസ് സിമ്പിൾ സെൽഫ് ടോക്ക് ലൈക്ക് വാട്ട് ഷുഡ് ഐ ഡു നെക്സ്റ്റ് ഇൻ ഇംഗ്ലീഷ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ഓക്കെ, വെൻ വിൽ ഐ ഗോ, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ സെൻറ്റൻസസ് നിങ്ങൾ ഉണ്ടാക്കി എടുക്കുക. ലൈക്ക് ആം ഐ ഫീലിംഗ് ഹംഗ്രി, അതൊക്കെ നമുക്ക് പറ്റുന്നതാണല്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ചെറിയ ചെറിയ സെൻറ്റൻസ് തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്യുക. തിങ്കിങ് ആണ് ഇന്നത്തെ നിങ്ങൾക്ക് തരുന്ന ടാസ്ക്. അപ്പോൾ തിങ്ക് ചെയ്ത ശേഷം ഒരു കണക്റ്റഡ് മെമ്മറി കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കുക. എന്താണ് മെമ്മറിയിൽ എന്തൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യം. അതിനുശേഷം നിങ്ങൾക്കൊരു ബുക്കിൽ എഴുതിയിട്ട് ഓക്കെ ഇതൊക്കെ കറക്റ്റ് ആണോ, നിങ്ങൾ പഠിച്ചതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഗ്രാമർ ഒക്കെ പ്രോപ്പർ ആണോ എന്ന് നോക്കാം. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ ഡോണ്ട് ഡു ഇറ്റ്. ദിസ് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ടാസ്ക്. ഡു ഇറ്റ് ആൻഡ് send me the feedbacks. Okay, now I'm here to give you a set of vocabulary, set of words, set of new words, and the first one is never mind. Never mind എന്നുള്ളതാണ് first word. അതിന്റെ മീനിങ് എന്താണ്? യൂസ്ഡ് ടു ടെൽ someone not to worry about something or to ignore what was said. എന്താണ്? പോട്ടെ, ശ്രദ്ധിക്കേണ്ട, വിട്ടുകളഞ്ഞേക്ക് നമ്മൾ പറയില്ലേ, അതാണ് സംഭവം. എക്സാമ്പിൾസ് നോക്കാം. ഇർഫാൻ, ഐ തോട്ട് ഐ ലെഫ്റ്റ് മൈ വാലറ്റ് ഹിയർ ബട്ട് ഇറ്റ്സ് ഇൻ മൈ ബാഗ്. നെവർ മൈൻഡ്. ഞാൻ വിചാരിച്ചു എൻ്റെ വാലറ്റ് ഞാൻ ഇവിടെ കളഞ്ഞു ഇട്ട് പോയി എന്ന്, പക്ഷെ അതെൻ്റെ ബാഗിൽ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, വിട്ടേക്ക് നമ്മൾ പറയില്ലേ, അതാണ് അതിൻ്റെ മീനിങ്. Now the next example is Gautam, where you about to say something? Oh, were you about to say something? Arpita, never mind, it's not important. എന്താണ് ഗൗതം പറയണ? where you about to say something എന്ന് പറയുമ്പോൾ അതിലെന്താ പറയുന്നത്? നെവർ മൈൻഡ്, ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഓ അത് പോട്ടെ, വിട്ടേക്ക്, എന്തോ നീ പറയാൻ വന്നില്ലേ എന്ന് പറയുമ്പോൾ അന്നേരം എന്ത് പറയും ആതിര? ഓ അത് വിട്ടേക്ക്, സാരല്ല, പോട്ടെ, മറന്നു പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ പറയും. ഗോട്ട് ഇറ്റ്സ് ക്ലിയർ? And the next word is good to know. Good to know ന്റെ മീനിങ് എന്താണ്? Used to acknowledge that some information is helpful or valuable. That is got to know എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടെത്താൻ സാധിച്ചു, അല്ലെങ്കിൽ എവിടുന്നോ തേടി കിട്ടി. ആൻഡ് എക്സാമ്പിൾസ് നോക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഇർഫാൻ says the store closes at 8 PM on weekends. Adira is replying ഗുഡ് ടു നോ, താങ്ക്സ്. എന്താ പറയുന്നത്? ഇർഫാൻ പറയും 8 മണിക്ക് കട അടയ്ക്കും, വീക്ക് ഡേയ്സിൽ 8 മണിക്ക് കട അടയ്ക്കും. ആൻഡ് അതിര ഈസ് സെയിങ് ഗുഡ് ടു നോ, നന്നായി ഇത് അറിഞ്ഞത്, അതാണ് അതിൻ്റെ എക്സാക്ട് മീനിങ്. ആൻഡ് ഗൗതം ഈസ് സെയിങ് ദിസ് ആപ്പ് ലെറ്റ്സ് യു ട്രാക്ക് യുവർ എക്സ്പെൻസസ് ഈസിലി. ഗുഡ് ടു നോ, ഐ വിൽ ട്രൈ ഇറ്റ് ഔട്ട്. ഹാദിയ പറയാണ്. ഗൗതം എന്ത് പറയും? നിന്റെ എക്സ്പെൻസസ് ഒക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കും എന്ത്? ഒരു ആപ്പിനെ പരിചയപ്പെടുത്തിയിട്ട് പറയും. ഹാദിയ എന്ത് പറയും? ഓ നന്നായി ഇത് ഞാൻ അറിഞ്ഞത് എന്ന് ഹാദിയ പറയാണ്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. Now the next word for you is take care. Take care, and the meaning is used to express well wishes when parting ways. Take care. നമ്മൾ ഒരാളിപ്പം നിങ്ങളുടെ ഒരു സുഹൃത്ത് ഒരു ഇടത്തേക്ക് പോവാണ്, നിങ്ങൾക്ക് എന്ത് പറയാം? ബൈ, ടേക്ക് കെയർ എന്ന് പറയാം. ഓക്കെ, നന്നായിരിക്കും, നീ കെയർഫുൾ ആയിരിക്കും എന്നാണ് അതിൻ്റെ മീനിങ്. എക്സാമ്പിൾ നോക്കൂ. ഐ ഹാവ് ടു ഗോ നൗ, ടേക്ക് കെയർ. എനിക്കിപ്പം പോകണം, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരികയാണ്. അപ്പം ഫ്രണ്ടിനോട് ഞാൻ എന്താ പറയുന്നത്? ഐ ഹാവ് ടു ഗോ നൗ, ടേക്ക് കെയർ, നീ നന്നായിരിക്കും, ഞാൻ പോയിട്ട് വരാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എക്സാമ്പിൾ. യു ആർ ട്രാവലിംഗ് ടുമോറോ, ടേക്ക് കെയർ ആൻഡ് ഹാവ് എ സേഫ് ട്രിപ്പ്. എന്താണ് ഒരാൾ ചോദിക്കുന്നത്? നീ നാളെ ട്രാവൽ ചെയ്യാണോ? ഓക്കെ, സൂക്ഷിച്ച് നോക്കി കണ്ടൊക്കെ ഇരിക്കൂ, ബൈ എന്നുള്ളതും വളരെ കൺക്ലൂഡ് ചെയ്ത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഹാവ് എ സേഫ് ട്രിപ്പ്, നല്ല എന്താണ് സേഫ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് ആയിരിക്കട്ടെ എന്നുള്ള വിഷും കൂടി ചെയ്തിട്ടാണ് പോകുന്നത്. ഗോട്ട് ഇറ്റ്? യാ.
And now the next word is forecast, and the meaning is to predict or estimate a future event or trend, usually based on information or analysis. മനസ്സിലായോ? ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ പറ്റി നമ്മളത് പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല, ബട്ട് എന്താണ്, പ്രവചിക്കുക, അതാണ് അതിന്റെ മലയാളം മീനിങ്. ഓക്കെ, എക്സാമ്പിൾ നോക്കൂ. മായ സേസ് ദ വെദർ ഫോർകാസ്റ്റ് സേസ് ഇറ്റ് വിൽ റെയിൻ ടുമോറോ. വെദർ ഫോർകാസ്റ്റ് പറയുന്നുണ്ട് നാളെ മഴ പെയ്യും എന്ന് പറയുന്നുണ്ട്. ആൻഡ് റിയ സേസ് റിയലി then I'll carry an umbrella. ഓ ആണോ, ശരിക്കും ആണോ, എന്നാൽ ഞാനൊരു കുട കൊണ്ടുപോകാം എന്ന് റിയ പറയാണ്. And John is saying the company has forecasted higher sales for next quarter. And Abhirami replies, that's great news for the team. എന്താണ് ജോൺ പറയാണ്? കമ്പനി ഹാസ് ഫോർകാസ്റ്റഡ് ഹയർ സെയിൽസ് ഫോർ നെക്സ്റ്റ് ക്വാർട്ടർ. നെക്സ്റ്റ് ക്വാർട്ടറിൽ നല്ല ലാഭം ഉണ്ടാവുമെന്നാണ് കമ്പനിയുടെ ഒരു വിലയിരുത്തൽ, ഒരു നിഗമനം. അപ്പോൾ അഭിരാമി എന്താ പറയുന്നത്? അതെന്തായാലും നമ്മൾ എംപ്ലോയീസിൻ്റെ ഇടയിൽ നല്ലൊരു ന്യൂസ് ആണ്, ബിക്കോസ് വിൽ ബി ഗെറ്റിംഗ് സോ മെനി അപ്രൈസൽസ് ഓർ സോ മെനി വിഷസ്, എവറിഥിങ് വിൽ ബി ഗെറ്റിംഗ്. ഓക്കെ, ദാറ്റ് ഇസ് എ മീനിങ്. നൗ ദ നെക്സ്റ്റ് വേർഡ് ഫോർ യു ഇസ് റീകോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർമ്മിപ്പിക്കുക. റീകോൾ എന്താണ്? മറന്നുപോയ ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ചെടുക്കുക, അതാണ് റീകോൾ. Meaning നോക്കൂ, to bring a fact, memory or thought back into one's mind or remember something. ദാറ്റ് ഈസ് ദ മീനിങ്. എന്താണ്? മറന്നുപോയൊരു കാര്യം അല്ലെങ്കിൽ മുമ്പ് എപ്പോഴും നടന്നൊരു കാര്യം വീണ്ടും ഓർമ്മയിൽ കൊണ്ടുവരിക. എക്സാമ്പിൾസ് ആർ ടീച്ചർ, ഡു യു റീകോൾ ദ പോം വി ലേൺ ലാസ്റ്റ് വീക്ക്? നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച പോം? സ്റ്റുഡൻറ്, യെസ് ഐ ഡു. കാർത്തിക്, ക്യാൻ യു റീകോൾ വേർ യു ലെഫ്റ്റ് യുവർ കീസ്? നിനക്കൊന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ നിന്റെ കീസ് എവിടെ, കാറിന്റെ കീസ് അല്ലെങ്കിൽ ബൈക്കിന്റെ കീസ് എവിടെയാണ് വെച്ചതെന്ന്? ഫവാസ് ഇസ് ടെല്ലിങ്, ഐ തിങ്ക് ദർ ആർ ഓൺ ദ ടേബിൾ. അതെനിക്ക് തോന്നുന്നു അത് ടേബിളിന്റെ മുകളിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നതെന്നാണ് ഫവാസ് പറയുന്നത്. Now the next word is recommend, and the meaning is to suggest something as being suitable or beneficial. To suggest something, that is, if I am എന്താണ്, ഇപ്പം ഞാനൊരു പെൻ വാങ്ങിച്ചു, അപ്പോൾ അത് നന്നായിട്ട് ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, നല്ല സ്മൂത്താണ്, എനിക്കത് ഞാൻ റിയലൈസ് ചെയ്തു നല്ല പെന്നാണ്, എനിക്ക് എഴുതാൻ പറ്റുന്നതാണ്, നല്ല സ്പീഡ് കിട്ടുന്നതാണ്, നല്ല ഗ്രിപ്പ് കിട്ടുന്നതാണെന്നൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്ലോസ് ഫ്രണ്ടിനോട് നമുക്ക് എന്ത് പറയാം? എടാ ഞാൻ ഈ പെൻ വാങ്ങിച്ചു, നല്ല റിവ്യൂ ആണ്, എനിക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്, നിനക്കും എന്ത് ചെയ്യാം, വാങ്ങാം. അതൊരു റെക്കമെൻഡേഷൻ ആണ്. നിനക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു, നീ വാങ്ങിച്ചോളൂ, ഇത് റെക്കമെൻഡ് ചെയ്യാൻ. ഗോട്ട് ഇറ്റ്? യാ, ദാറ്റ് ഇസ് ഇറ്റ്. സോ എക്സാമ്പിൾ നോക്കൂ. മീര, ക്യാൻ യു റെക്കമെൻഡ് എ ഗുഡ് ബുക്ക് ടു റീഡ്? മീര ചോദിക്കുകയാണ്, നിനക്ക് നല്ലൊരു ബുക്ക് എനിക്ക് റെക്കമെൻഡ് ചെയ്ത് തരാമോ? നിനക്ക് നിന്റെ അഭിപ്രായം പറയാമോ? ഞാൻ വായിക്കാം എന്നാണ് മീര പറയുന്നത്. ആദർശ്, ഐ റെക്കമെൻഡ് ദ ആൽക്കെമിസ്റ്റ് ബൈ പൗലോ കൊയ്ലോ. എന്താണ് ആദർശ് പറയുന്നത്? ഞാൻ നിനക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ബുക്ക് എന്താണ്? പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റ് എന്ന് പറഞ്ഞ ബുക്കാണ്. Next example, Nahim, what would you recommend from this menu? Nima, I suggest trying the pasta. It's delicious. Nahim, നീമയോട് ചോദിക്കുകയാണ്, ഈ ഒരു മെനുവിൽ നിന്ന് നീ ഏതാണ് നിന്റെ ഒരു താല്പര്യം, നിന്റെ സജഷൻ ഏതാണെന്ന് ചോദിക്കും. അപ്പൊ നീമ എന്ത് പറയും? ഐ സജസ്റ്റ് ട്രൈങ് ദ പാസ്ത, ഇറ്റ്സ് ഡെലീഷ്യസ്. ഞാൻ എന്ത് ചെയ്യാം? പാസ്ത തന്നെ ട്രൈ ചെയ്ത് നോക്കാം, ദാറ്റ് ഈസ് വെരി ഡെലീഷ്യസ്. ദാറ്റ് ഈസ് എ തിങ് കൺവീഡ് ഹിയർ. വൊക്കാബുലറി ആക്ടിവിറ്റി ഫോർ യു. വൊക്കാബുലറി ആക്ടിവിറ്റിക്ക് വേണ്ടി ഞാൻ കുറച്ച് വേർഡ്സ് നിങ്ങൾക്ക് തന്നിരുന്നു. നിങ്ങൾക്കൊരു 6 വേർഡ്സ് അഗെയിൻ ഞാൻ തന്നു. സോ യു നോ ദ മീനിങ്, യു നോ ഇറ്റ്സ് യൂസേജ്, എവറിഥിങ് യു നോ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ഓരോ വേർഡ്സും വെച്ചിട്ട് സെൻറ്റൻസസ് ഉണ്ടാക്കുക, നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർക്ക് അയക്കുക. എഴുതി മാത്രം അയച്ചാൽ പോരാ, ഓഡിയോ ആയിട്ടും അയക്കുക. ആൻഡ് ഇഫ് യു ഹാവ് എനി doubts, ask your personal trainer, and if you have made any mistakes, നിങ്ങളുടെ ട്രെയിനർ അത് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ തെറ്റുകളൊക്കെ വന്നോട്ടെ, ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ get it corrected from your trainer. Okay. Calling activity session for day 8 is here. So ഇന്നത്തെ calling activity ടോപ്പിക് എന്ന് പറയുന്നത് മൈ ഡ്രീം ജോബ് ആണ്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ജോബ് ഉണ്ടെങ്കിലും നിങ്ങളുടെ ഡ്രീം ജോബ് മേ ബി ഡിഫറെൻ്റ് ആയിരുന്നിരിക്കാം അല്ലേ? സോ യു ക്യാൻ tell about that. What you have to include? എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയേണ്ടത്? Describe your ideal job and what you would do. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഐഡിയൽ ആയിട്ടുള്ള ജോബ് ഏതാണെന്ന് പറയുക. അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയേണ്ടത്? What
യു വുഡ് ഡു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു അത് കിട്ടിയാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയോ എന്നൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഷെയർ വൈ ദിസ് ജോബ് അപ്പീൽസ് ടു യു ആൻഡ് ഹൗ യു വുഡ് ഫീൽ ഡൂയിങ് ഇറ്റ്. ഇപ്പോൾ നിങ്ങൾ കുറേ പേര് വർക്കിംഗ് ആയിട്ടുള്ളവരാണ്, ചില സ്റ്റുഡൻസ് ആയിരിക്കും. യു ക്യാൻ ട്രൈ ടെലിംഗ് അക്കോർഡിംഗ്ലി. ഓക്കെ.